say I'm sick and it won't take long till my sickness spreads worldwide. ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പക്ഷേ അത്ര വലിയ സുഖത്തിലല്ല ഗായ്സ്. കാരണം 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ആയിരുന്നു. അതിൻ്റെ ഒരു കരുവാളിപ്പ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നല്ല ക്ഷീണമുണ്ട് ഗായ്സ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ കോളേജ്, ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ, ഇതാണ് ഞങ്ങളുടെ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതാണ് നമ്മുടെ ശ്രീനാരായണ മെഡിക്കൽ കോളേജും ശ്രീനാരായണ ഹോസ്പിറ്റലും. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു സെക്കൻഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതായി ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഗായ്സ്. ഇയാളുടെ പേരാണ് അശ്വതി. ആളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ മേടിച്ചൊന്ന് സർപ്രൈസ് ആക്കിയതാണ്. സർപ്രൈസ്ഡ് ആയോ എന്ന് ചോദിച്ചാൽ ആൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി ഗൈസ്. കാരണം നമ്മുടെ എക്സാം തീരുന്ന ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ പോകാനായിട്ടൊരു പ്ലാൻ ഇട്ടിരിക്കുമായിരുന്നു. ഒരാൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല നമ്മൾ ഇത്രയും പേരും ഇവിടെ ഗ്യാദർ ചെയ്ത് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കും എന്നൊക്കെ. ആ പാവം പിടിച്ചുള്ള വരവും പോക്കുമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചോ ഗൈസ്? ആൾ കൊടുംഭീകരിയാണ് ഗൈസ്, കൊടുംഭീകരി. അവളുടെ ദേഹത്ത് ആരൊക്കെ വാരിത്തേച്ചോ അവരെയൊക്കെ ഒന്നും ഇടാതെ അവൾ വാരിത്തേച്ച് അലമ്പി വാരിയിട്ടുണ്ട്. ഇവളുടെ ഇപ്പോഴത്തെ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ട്? എനിക്കൊരാൾ ഓർമ്മ വരുന്നുണ്ട്. പറക്കുന്നളിക സിനിമയിലെ ബസന്തിയെ കണ്ടിട്ടുണ്ടോ ഗൈസ് നിങ്ങൾ? ബസന്തിയെ കണ്ടിട്ട് കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. ഓഫ്, അലമ്പലെന്ന് വെച്ചാൽ എന്തൊരു അലമ്പലാണെന്നറിയോ ഗൈസ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ശരി, ബൈ ബൈ.